വീണ്ടും വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കള്ളം പറയുകയാണ് എന്ന് വ്യക്തമാക്കി ഇറാൻ. കാരണം വരുന്ന വെള്ളിയാഴ്ച ദിവസത്തോടുകൂടി തന്നെ ഇറാൻ US ചർച്ചയിൽ ശുഭവാർത്തയുണ്ടാകുമെന്ന് ട്രംപിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ഇറാൻ ശക്തമായി തന്നെ എതിർത്തിരിക്കുന്നത്. അടുത്ത 36 മുതൽ 72 മണിക്കൂറിനുള്ളിൽ സമാധാന ചർച്ചകൾ പുനഃസ്ഥാപിച്ചേക്കുമെന്ന് ഇസ്ലാമാബാദിലെ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. വിഷയത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന ഒരു പത്രത്തിന്റെ ചോദ്യത്തിനാണ് അതിന് സാധ്യതയുണ്ട് എന്നും മറ്റ് രീതിയിൽ വരുന്ന വെള്ളിയാഴ്ചയോടുകൂടി തന്നെ ഒരു ശുഭവാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നതാണ് അദ്ദേഹം നൽകിയ ആ ഒരു വിവരത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെയാണ് ഇപ്പോൾ ഇറാൻ ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം വെള്ളിയാഴ്ച ചർച്ചകൾ നടക്കുമെന്ന് ട്രംപ് നേരിട്ട് അവകാശപ്പെട്ടെങ്കിൽ പോലും ഇറാനിലെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസ് ആകട്ടെ ഇത് നിഷേധിക്കുകയും ട്രംപ് കള്ളം പറയുകയാണ് എന്ന ആരോപണമടക്കം ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ട്രംപ് വീണ്ടും വീണ്ടും കള്ളത്തരങ്ങൾ പറഞ്ഞു. വെള്ളിയാഴ്ച ചർച്ച നടത്താൻ ഇറാൻ നിലവിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നും അവർ എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാൻ തങ്ങളെ ചതിക്കുകയാണ് എന്നും ഇറാൻ ഇവിടെ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നതിന്റെ പേരിൽ പിന്നിൽ നിന്നും ഇവർ കളിക്കുകയാണ് എന്നും അസീം മുനീറിനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിനെല്ലാം ഒടുവിലായി തന്നെയാണ് ഇപ്പോൾ ട്രംപിനെതിരെ ഇത്തരം ഒരു പ്രസ്താവന അല്ലെങ്കിൽ ട്രംപിനെതിരെ ഇത്തരം ഒരു രീതിയിൽ ഇറാൻ രംഗത്ത് വന്ന് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ വൈകാതെ തന്നെ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ വീണ്ടും വീണ്ടും കള്ളത്തരങ്ങൾ മൊഴിയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇറാനുമായുള്ള രണ്ടാം ഘട്ട സമാധാന ചർച്ചകളെ കുറിച്ചുള്ള ശുഭവാർത്ത വെള്ളിയാഴ്ചയോടുകൂടി തന്നെ ലഭിച്ചേക്കാം എന്നതായിരുന്നു വ്യക്തമാക്കിയത്. എന്നാൽ ഇത്തരം ഒരു ചർച്ചയെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല എന്നും ട്രംപ് ഇവിടെ കള്ളത്തരം പറയുകയാണ് എന്നതും ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഇറാനെതിരായ സൈനിക നടപടികളിൽ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ച ട്രംപ് ആകട്ടെ വെടിനിർത്തൽ കരാർ നീട്ടി നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥത നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. സമാധാന ചർച്ചയ്ക്കായി തന്നെ കൂടുതൽ സമയം അവിടെ നൽകുന്നതിനായി തന്നെ ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടിയെന്ന് ഇവിടെ വ്യക്തമാക്കുകയും അതിന് പിന്നാലെ തന്നെ വെള്ളിയാഴ്ച ചർച്ച നടന്നേക്കുമെന്ന തരത്തിൽ ട്രംപ് പ്രതികരണം ഇവിടെ നടത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നൽകിയ സമയപരിധി അവസാനിച്ചിട്ടും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഇറാൻ സ്വീകരിക്കേണ്ട അടുത്ത നടപടിക്ക് US സമയപരിധി അവിടെ നിശ്ചയിക്കാത്തത് ആദ്യത്തെ അവസരമായി തന്നെ കണക്കാക്കുന്നു. മാത്രമല്ല പാകിസ്ഥാൻ നേതൃത്വവുമായുള്ള ചർച്ചകളാണ് ഈ നയമാറ്റത്തിന് പിന്നിലെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇറാൻ ഗവൺമെന്റ് അങ്ങേയറ്റം ഭിന്നിപ്പിച്ചിരിക്കുകയാണ് എന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിലും പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരുടെ അഭ്യർത്ഥന പ്രകാരവും ഇറാൻ പ്രതിനിധികൾ ഒരു ഏകീകൃത നിർദ്ദേശവുമായി തന്നെ വരുന്നത് അതുവരെ തന്നെ ആ രാജ്യത്തിന് മേലുള്ള ആക്രമണം ഞങ്ങൾ നിർത്തിവെക്കുകയാണ് എന്നതായിരുന്നു ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയതും. അതേസമയം ഹോർമൂസിൽ സൈന്യത്തോട് ഉപരോധം തുടരുവാനും ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിരിക്കുവാനും നിർദ്ദേശിച്ചതായും ഇറാന്റെ നിർദ്ദേശം ലഭിക്കുന്നതുവരെ വെടിനിർത്തൽ നീട്ടുന്നതായും കഴിഞ്ഞ ദിവസമാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇതിന് തൊട്ടു മുൻപേ തന്നെ വെടിനിർത്തൽ നീട്ടില്ലെന്നും കാലാവധി കഴിഞ്ഞാൽ ബോംബാക്രമണം പുനരാരംഭിക്കുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ നീട്ടിയ ട്രംപിന്റെ നടപടിയെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നന്ദിയോടെ സ്മരിക്കുകയും ചെയ്തതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.